അധ്യായം 42 അശൂറ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 53. കൂടിയാലോചന എന്നാണ് ശൂറയുടെ ഭാഷാർത്ഥം. 38 സൂക്തത്തിലാണ് പ്രസ്തുത പദമുള്ളത്. 41 അധ്യായത്തിന്റെ തൊട്ടുടനെയാണ് ഇതിന്റെ അവതരണം. മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം ഊന്നിപ്പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ഉള്ളടക്കം വിശദീകരിക്കുന്നു. മനുഷ്യരായ ദൈവദൂതന്മാരുടെ നിയോഗം പുതിയ കാര്യമല്ലെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം ഐൻ സീൻ ഖാഫ്. പ്രതാപിയും യുക്തിമാനുമായ അല്ലാഹു നിനക്കും നിനക്കു മുമ്പുള്ളവർക്കും ഇவ்விധം ദിവ്യബോധനം നൽകുന്നു. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. അവൻ അത്യുന്നതനും മഹാനുമാണ്. ആകാശങ്ങൾ അവയുടെ മുകൾ ഭാഗത്തുനിന്ന് പൊട്ടിച്ചിതറാൻ അടുത്തിരിക്കുന്നു. മലക്കുകൾ തങ്ങളുടെ നാഥനെ കീർത്തിക്കുന്നു, വാഴ്ത്തുന്നു. ഭൂമിയിലുള്ളവർക്കായി അവർ പാപമോചനം തേടുന്നു. അറിയുക, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും. അല്ലാഹുവെ വെടിഞ്ഞ് മറ്റു രക്ഷാധികാരികളെ സ്വീകരിച്ചവരുണ്ടല്ലോ. അല്ലാഹു അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. നിനക്ക് അവരുടെ മേൽനോട്ട ബാധ്യതയില്ല. ഇவ்விധം നിനക്ക് നാം അറബി ഭാഷയിലുള്ള ഖുർആൻ ബോധനം നൽകിയിരിക്കുന്നു. നീ മാതൃനഗരത്തിലുള്ളവർക്കും അതിനു ചുറ്റുമുള്ളവർക്കും മുന്നറിയിപ്പ് നൽകാനാണിത്. സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയസാധ്യത പോലുമില്ലാത്ത ആ മഹാസംഗമത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനും. അന്നൊരു സംഘം സ്വർഗത്തിലായിരിക്കും, മറ്റൊരു സംഘം കത്തിക്കാളുന്ന നരകത്തീയിലും. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരെ മുഴുവൻ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ അവൻ ഇച്ഛിക്കുന്നവരെ അവൻ തന്റെ അനുഗ്രഹത്തിന് അവകാശിയാക്കുന്നു. അക്രമികൾക്ക് രക്ഷകനോ സഹായിയോ ഇല്ല. ഇക്കൂട്ടർ അവനെ കൂടാതെ മറ്റു രക്ഷകരെ സ്വീകരിച്ചിരിക്കുകയാണോ? എന്നാൽ അറിയുക, യഥാർത്ഥ രക്ഷകൻ അല്ലാഹുവാണ്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. നിങ്ങൾക്കിടയിൽ ഭിന്നതയുള്ളത് ഏതു കാര്യത്തിലായാലും അതിൽ വിധി തീർപ്പുണ്ടാക്കേണ്ടത് അല്ലാഹുവാണ്. അവൻ മാത്രമാണ് എന്റെ നാഥനായ അല്ലാഹു. ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഖേദിച്ചു മടങ്ങുന്നതും അവങ്കലേക്ക് തന്നെ. ആകാശഭൂമികളുടെ സൃഷ്ടാവാണവൻ. അവൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. നാൽക്കാലികളിലും ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിലൂടെ അവൻ നിങ്ങളെ സൃഷ്ടിച്ച് വംശം വികസിപ്പിക്കുന്നു. അല്ലാഹുവിന് തുല്യമായി ഒന്നുമില്ല. അവൻ എല്ലാം കേൾക്കുന്നവനാണ്, കാണുന്നവനും. ആകാശഭൂമികളുടെ താക്കോലുകൾ അവന്റെ അധീനതയിലാണ്. അവനുദ്ദേശിക്കുന്നവർക്ക് അളവറ്റ വിഭവങ്ങൾ നൽകുന്നു. അവൻ ഇച്ഛിക്കുന്നവർക്ക് അതിൽ കുറവ് വരുത്തുന്നു. അവൻ സകല സംഗതികളും നന്നായി അറിയുന്നവനാണ്. നൂഹിനോട് കൽപ്പിച്ചതും നിനക്കു നാം ദിവ്യബോധനമായി നൽകിയതും ഇബ്രാഹിം, മൂസ, ഈസ എന്നിവരോട് അനുശാസിച്ചതുമായ കാര്യം തന്നെ അവൻ നിങ്ങൾക്ക് നിയമമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ഈ ജീവിത വ്യവസ്ഥ സ്ഥാപിക്കുക, അതിൽ ഭിന്നിക്കാതിരിക്കുക എന്നതാണത്. നിങ്ങൾ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം ബഹുദൈവ വിശ്വാസികൾക്ക് വളരെ വലിയ ഭാരമായി തോന്നുന്നു. അല്ലാഹു താൻ ഇച്ഛിക്കുന്നവരെ തനിക്കുവേണ്ടി പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു. പശ്ചാത്തപിച്ച് തന്നിലേക്ക് മടങ്ങുന്നവരെ അല്ലാഹു നേർവഴിയിൽ നയിക്കുന്നു. ശരിയായ അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ജനം ഭിന്നിച്ചിട്ടില്ല. ആ ഭിന്നതയോ അവർക്കിടയിലുണ്ടായിരുന്ന വിരോധം മൂലമാണ്. ഒരു നിശ്ചിത അവധി വരെ അന്ത്യവിധി സംഭവിക്കില്ലെന്ന നിന്റെ നാഥന്റെ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്കിടയിൽ ഇപ്പോൾ തന്നെ വിധി തീർപ്പ് കൽപ്പിക്കുമായിരുന്നു. അവർക്കു ശേഷം
വേദപുസ്തകത്തിന് അവകാശികളായി തീർന്നവർ തീർച്ചയായും അതേക്കുറിച്ച് സങ്കീർണമായ സംശയത്തിലാണ്. അതിനാൽ നീ സത്യപ്രബോധനം നടത്തുക. കൽപ്പിക്കപ്പെട്ട പോലെ നേരാം വിധം നിലകൊള്ളുക. അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. പറയുക, അല്ലാഹു ഇറക്കിത്തന്ന എല്ലാ വേദപുസ്തകത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിടയിൽ നീതി പാലിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളും. നമുക്കിടയിൽ തർക്കമൊന്നുമില്ല. ഒരു നാൾ അല്ലാഹു നമ്മയെല്ലാം ഒരുമിച്ചു കൂട്ടും. എല്ലാവർക്കും മടങ്ങിച്ചെല്ലാനുള്ളത് അവങ്കിലേക്ക് തന്നെയാണല്ലോ. അല്ലാഹുവിന്റെ ക്ഷണം സ്വീകരിച്ച ശേഷം അതു സ്വീകരിച്ചവരോട് അല്ലാഹുവെക്കുറിച്ച് തർക്കിക്കുന്നവരുടെ വാദം അവരുടെ നാഥന്റെ അടുത്ത് തീർത്തും നിരർത്ഥകമാണ്. അവർക്ക് ദൈവകോപമുണ്ട്, കഠിനമായ ശിക്ഷയും. സത്യസന്ദേശവുമായി വേദപുസ്തകവും തുലാസുമിറക്കിത്തന്നത് അല്ലാഹുവാണ്. നിനക്കറിയുമോ, ആ അന്ത്യസമയം അടുത്തുതന്നെ വന്നെത്തിയേക്കാം. ആ അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവരാണ് അതിനായി ധൃതി കൂട്ടുന്നത്. വിശ്വസിക്കുന്നവർ അതേക്കുറിച്ച് ഭയപ്പെടുന്നവരാണ്. അവർക്കറിയാം അത് സംഭവിക്കാൻ പോകുന്ന സത്യമാണെന്ന്. അറിയുക, അന്ത്യസമയത്തെ സംബന്ധിച്ച് തർക്കിക്കുന്നവർ തീർച്ചയായും വഴികേടിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. അല്ലാഹു തന്റെ ദാസന്മാരോട് ദയാമയനാണ്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ അന്നം നൽകുന്നു. അവൻ കരുത്തനാണ്, പ്രതാപിയും. വല്ലവനും പരലോകത്തെ വിളവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാം അവനത് സമൃദ്ധമായി നൽകും. ആരെങ്കിലും ഇഹലോക വിളവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവന് നാം അതും നൽകും. അപ്പോഴവന് പരലോക വിഭവങ്ങളൊന്നുമുണ്ടാവുകയില്ല. ഈ ജനത്തിന് അല്ലാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതനിയമമായി നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളുമുണ്ടോ? വിധിതീർപ്പിനെ സംബന്ധിച്ച കൽപ്പന നേരത്തെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ പെട്ടെന്നു തന്നെ വിധിതീർപ്പുണ്ടാകുമായിരുന്നു. സംശയമില്ല, അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ആ അക്രമികൾ തങ്ങൾ നേടിവച്ചതിനെക്കുറിച്ചോർത്ത് പേടിച്ചു വിറയ്ക്കുന്നത് നിനക്കു കാണാം. അവരിൽ അത് വന്നെത്തുക തന്നെ ചെയ്യും. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഉറപ്പായും സ്വർഗീയാരാമങ്ങളിലായിരിക്കും. അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുത്ത് അവരാഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. അതുതന്നെയാണ് അതിമഹത്തായ അനുഗ്രഹം. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത തന്റെ ദാസന്മാർക്ക് അല്ലാഹു നൽകുന്ന ശുഭവാർത്തയാണിത്. പറയുക, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല, അടുത്ത ബന്ധത്തിന്റെ പേരിലുള്ള ആത്മാർത്ഥമായ സ്നേഹമല്ലാതെ. ആരെങ്കിലും വല്ല നന്മയും നേടുകയാണെങ്കിൽ നാം അതിൽ വർധനവ് വരുത്തും. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. അല്ല, ഈ പ്രവാചകൻ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചുവെന്നാണോ ഇക്കൂട്ടർ പറയുന്നത്? എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിന്റെ മനസ്സിനും അവൻ മുദ്രവെക്കുമായിരുന്നു. അല്ലാഹു അസത്യത്തെ തുടച്ചു നീക്കുന്നു, സത്യത്തെ തന്റെ വചനങ്ങളിലൂടെ സ്ഥാപിക്കുന്നു. സംശയമില്ല, അവൻ മനസ്സിനുള്ളിലുള്ളതെല്ലാം നന്നായി അറിയുന്നവനാണ്. അവനാണ് തന്റെ ദാസന്മാരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. പാപകൃത്യങ്ങൾ പുറത്തു കൊടുക്കുന്നവനും അവൻ തന്നെ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നായി അറിയുന്നവനാണവൻ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകുന്നു. അവർക്ക് തന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. സത്യനിഷേധികളോ അവർക്ക് കൊടിയ ശിക്ഷയാണുണ്ടാവുക. അല്ലാഹു തന്റെ ദാസന്മാർക്കെല്ലാം വിഭവം സുലഭമായി നൽകിയിരുന്നുവെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുമായിരുന്നു. എന്നാൽ അവൻ താൻ ഇച്ഛിക്കുന്നവർക്ക് നിശ്ചിത തോതനുസരിച്ച് അതിറക്കിക്കൊടുക്കുന്നു. സംശയമില്ല, അവൻ തന്റെ ദാസന്മാരെ സംബന്ധിച്ച്
സൂക്ഷ്മമായി അറിയുന്നവനാണ്, സ്പഷ്ടമായി കാണുന്നവനും. ജനം നന്നേ നിരാശരായി കഴിഞ്ഞാൽ അവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നത് അവനാണ്. തന്റെ അനുഗ്രഹം വിപുലമാക്കുന്നവനുമാണവൻ. രക്ഷകനും സ്തുത്യർഹനും അവൻ തന്നെ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അവ രണ്ടിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. അവൻ ഇച്ഛിക്കുമ്പോൾ അവരെയൊക്കെ ഒരുമിച്ചു കൂട്ടാൻ കഴിവുറ്റവനാണവൻ. നിങ്ങൾക്ക് വന്നുപെട്ട വിപത്തുകളൊക്കെയും നിങ്ങളുടെ കൈകൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം തന്നെയാണ്. പല പാപങ്ങളും അവൻ പുറത്തു തരുന്നുമുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് അല്ലാഹുവെ തോൽപ്പിക്കാനാവില്ല. അല്ലാഹുവെ കൂടാതെ നിങ്ങൾക്കൊരു രക്ഷകനോ സഹായിയോ ഇല്ല. കടലിൽ മലകൾ പോലെ കാണുന്ന കപ്പലുകൾ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. അവൻ ഇച്ഛിക്കുമ്പോൾ അവൻ കാറ്റിനെ ഒതുക്കി നിർത്തുന്നു. അപ്പോൾ ആ കപ്പലുകൾ കടൽപ്പരപ്പിൽ അനക്കമറ്റു നിന്നു പോകുന്നു. നന്നായി ക്ഷമിക്കുന്നവർക്കും നന്ദി കാണിക്കുന്നവർക്കും നിശ്ചയമായും അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ഫലമായി അവൻ അവയെ നശിപ്പിച്ചേക്കാം. എന്നാൽ ഏറെയും അവൻ മാപ്പാക്കുന്നു. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി തർക്കിക്കുന്നവർക്ക് അപ്പോൾ ബോധ്യമാകും തങ്ങൾക്കൊരു രക്ഷാകേന്ദ്രവുമില്ലെന്ന്. നിങ്ങൾക്ക് നൽകിയതെന്തും ഐഹിക ജീവിതത്തിലെ താൽക്കാലിക വിഭവം മാത്രമാണ്. അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ് കൂടുതൽ ഉത്തമം. എന്നെന്നും നിലനിൽക്കുന്നതും അതുതന്നെ. അത് സത്യവിശ്വാസം സ്വീകരിക്കുകയും തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ്. വൻ പാപങ്ങളിൽ നിന്നും നീചകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണവർ. കോപം വരുമ്പോൾ മാപ്പേകുന്നവരും. തങ്ങളുടെ നാഥന്റെ വിളിക്കുത്തരം നൽകുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും തങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരുമാണ്. തങ്ങൾ അതിക്രമങ്ങൾക്കിരയായാൽ രക്ഷാനടപടി സ്വീകരിക്കുന്നവരും. തിന്മയ്ക്കുള്ള പ്രതിഫലം തത്തുല്യമായ തിന്മ തന്നെ. എന്നാൽ ആരെങ്കിലും മാപ്പേകുകയും യോജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അവന് പ്രതിഫലം നൽകുക അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമത്രേ. അവൻ അക്രമികളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അക്രമത്തിനിരയായവർ ആത്മരക്ഷാപ്രവർത്തനം നടത്തുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ കുറ്റക്കാരല്ല. ജനങ്ങളെ ദ്രോഹിക്കുകയും അന്യായമായി ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് കുറ്റക്കാർ. അത്തരക്കാർക്കു തന്നെയാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. എന്നാൽ ആരെങ്കിലും ക്ഷമിക്കുകയും പൊറുക്കുകയുമാണെങ്കിൽ തീർച്ചയായും അത് ഇച്ഛാശക്തി ആവശ്യമുള്ള കാര്യങ്ങളിൽപ്പെട്ടതുതന്നെ. അല്ലാഹു ആരെയെങ്കിലും വഴികേടിലാക്കുകയാണെങ്കിൽ പിന്നെ അയാളെ രക്ഷിക്കാൻ ആർക്കുമാവില്ല. ശിക്ഷ നേരിൽ കാണും നേരം അക്രമികൾ ഒരു തിരിച്ചുപോക്കിന് വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കുന്നതായി നിനക്ക് കാണാം. നാണക്കേടിനാൽ തലകുനിച്ചവരായി നരകത്തിന്റെ മുമ്പിൽ അവരെ ഹാജരാക്കുന്നത് നിനക്ക് കാണാം. ഒളിക്കണ്ണിട്ട് അവർ നരകത്തെ നോക്കും. അപ്പോൾ സത്യവിശ്വാസികൾ പറയും, ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ തങ്ങളെയും തങ്ങളുടെ സ്വന്തക്കാരെയും നഷ്ടത്തിൽപ്പെടുത്തിയവർ തന്നെയാണ് തീർച്ചയായും തുലഞ്ഞവർ. അറിയുക, അക്രമികൾ എന്നെന്നും കഠിന ശിക്ഷയിലായിരിക്കും. അല്ലാഹുവല്ലാതെ തങ്ങളെ തുണയ്ക്കുന്ന രക്ഷാധികാരികളാരും അന്ന് അവർക്കുണ്ടാവുകയില്ല. അല്ലാഹു ആരെയെങ്കിലും വഴികേടിലാക്കിയാൽ പിന്നെ അവന് രക്ഷാമാർഗമൊന്നുമില്ല. അല്ലാഹുവിൽ നിന്ന് ആരാലും തട്ടിമാറ്റാനാവാത്ത ഒരു ദിനം വന്നെത്തും മുമ്പേ നിങ്ങൾ നിങ്ങളുടെ നാഥന്റെ വിളിക്കുത്തരം നൽകുക. അന്നാളിൽ നിങ്ങൾക്കൊരഭയകേന്ദ്രവുമുണ്ടാവുകയില്ല. നിങ്ങളുടെ ദുരവസ്ഥയ്ക്ക് അറുതി വരുത്താനും ആരുമുണ്ടാവില്ല. അഥവാ ഇനിയും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിന്നെ നാം അവരുടെ സംരക്ഷകനായൊന്നും അയച്ചിട്ടില്ല. നിന്റെ ബാധ്യത സന്ദേശമെത്തിക്കൽ മാത്രമാണ്. മനുഷ്യനെ നാം
നമ്മുടെ ഭാഗത്തുനിന്നുള്ള അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിലവൻ മതിമറന്നാഹ്ലാദിക്കുന്നു. എന്നാൽ തങ്ങളുടെ തന്നെ കൈക്കുറ്റങ്ങൾ കാരണമായി വല്ല വിപത്തും വന്നുപെട്ടാലോ അപ്പോഴേക്കും മനുഷ്യൻ പറ്റേ നന്ദികെട്ടവനായിത്തീരുന്നു. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. അവനിച്ഛിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവനിച്ഛിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു. അവനിച്ഛിക്കുന്നവർക്ക് ആൺകുട്ടികളെയും സമ്മാനിക്കുന്നു. അല്ലെങ്കിൽ അവൻ അവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിക്കൊടുക്കുന്നു. അവനിച്ഛിക്കുന്നവരെ വന്ധ്യരാക്കുന്നു. തീർച്ചയായും അവൻ സകലതും അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുറ്റവനും. അല്ലാഹു ഒരു മനുഷ്യനോടും നേർക്കുനേരെ സംസാരിക്കാറില്ല. അതുണ്ടാവുന്നത് ഒന്നുകിൽ ദിവ്യബോധനത്തിലൂടെയാണ്, അല്ലെങ്കിൽ മറയ്ക്കു പിന്നിൽ നിന്ന്, അതുമല്ലെങ്കിൽ ഒരു ദൂതനെ അയച്ചുകൊണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ അനുമതിയോടെ അവനിച്ഛിക്കുന്നത് ആ ദൂതനിലൂടെ ബോധനം നൽകുന്നു. സംശയമില്ല, അല്ലാഹു അത്യുന്നതനാണ്, യുക്തിമാനും. ഇவ்விധം നാം നിനക്ക് നമ്മുടെ കൽപ്പനയാൽ ചൈതന്യവത്തായ ഒരു സന്ദേശം ബോധനം നൽകിയിരിക്കുന്നു. എന്താണ് വേദപുസ്തകം, എന്താണ് വിശ്വാസം എന്നൊന്നും നിനക്കറിയുമായിരുന്നില്ല. അങ്ങനെ ആ സന്ദേശത്തെ നാം ഒരു വെളിച്ചമാക്കിയിരിക്കുന്നു. അതുവഴി നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഇച്ഛിക്കുന്നവരെ നേർവഴിയിൽ നയിക്കുന്നു. തീർച്ചയായും നീ നേർമാർഗത്തിലേക്കാണ് വഴി നടത്തുന്നത്. ആകാശഭൂമികളിലുള്ളവയുടെയെല്ലാം ഉടമയായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അറിയുക, കാര്യങ്ങളൊക്കെയും മടങ്ങിയെത്തുക അല്ലാഹുവിങ്കലാണ്.